കർത്താവിൻ്റെ ധന്യമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വാസപ്രവർത്തിയുടെ സെക്ഷനിൽ കർത്താവിൻ്റെ ദാസിൽ കൂടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴമായ ചിന്തകളും അതിൽ കൂടെ ഉള്ളതായിരിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ ദേവദാസൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ളതായ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. എന്ന പകൽക്കാലം വായിച്ച അതേ തിരുവചനം വേഗം നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യമാണ്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഇതാണിന്ന് പകൽക്കാലം സംസാരിപ്പാനിടയായത്. അത് എല്ലാം ഒന്നും സംസാരിപ്പാനിടയായിട്ടില്ല. അവിടെ ഞാൻ കൊണ്ടുവരുന്ന വിഷയം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി എന്നാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി, ആ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം പറയുവാനിടയായത്. അത് ചില ആഴമായ ചില ചിന്തകൾ ഇന്ന് പകൽക്കാലം പറയാനിടയായി. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, വിശ്വാസത്താലാണ് അത്ഭുത പ്രവൃത്തി മുഴുവൻ നടക്കുന്നത്. നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശു. വിശ്വാസം തലയില്ല, വിശ്വാസം ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ് ദൈവശക്തി വ്യാപരിക്കേണ്ടത്. ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിനാൽ പ്രൈസ് ദി ലോർഡ് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. ഞാനിന്ന് പകൽക്കാലം പറഞ്ഞു, മരിച്ചു കിടക്കുന്നൊരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞത് ഇനി ഒരിക്കലും എഴുന്നേക്കില്ല, ഒരിക്കലും നടക്കയില്ലെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ വിഷയത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ പ്രൈസ് ദി ലോർഡ് അവിടെ ചില കെട്ടുകൾ അഴിയും, ചില പ്രവൃത്തി അവിടെ വെളിപ്പെടും. കർത്താവിൻ്റെതായിരിക്കുന്ന വാക്കിന് ശക്തിയുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം, ഈ ദൈവവചനം അതിവേഗമോടും. വാക്കിന് ശക്തിയുണ്ട്. ഒരു രാജഭൃത്യൻ മകൻ പനിയാൽ ഭാരപ്പെട്ട് കിടക്കുക. യേശുവിൻ്റെ അടുത്ത് ചെന്ന് വേഗം വരണേ, എൻ്റെ മകൻ മരിച്ചു പോകും. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ അയ്യോ വേഗം വരണമേ എന്ന് പറയാനിടയായി. എന്നാൽ യേശു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ വിശ്വസിക്കൂ, അവൻ സൗഖ്യമായിരിക്കുകയാണ്. പറഞ്ഞത് 7-ാം മണി സമയത്താണ്, സൗഖ്യമായത് 7-ാം മണി സമയത്താണ്. ദൈവശക്തി എന്ന് പറയുന്നത് ദൈവമക്കൾ മനസ്സിലാക്കണം, ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവൻ്റെ ശക്തി, ആത്മാവിൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം പറയുന്നത് ഏത് സ്ഥാനത്താണോ അവിടെ ചെല്ലും, അത് വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വാക്കുകളൊന്നും അസ്ഥാനത്തായി പോകുകയില്ല, അതതിൻ്റെ ക്രിയ ചെയ്യാതെ മടങ്ങിപ്പോകുകയില്ല. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ നന്നായിട്ട് ഉണർന്നിരുന്നവരാ, പക്ഷെ ഇന്ന് ഉണർവില്ല. നിന്റെ മരിച്ചുപോയ ഉണർവിനെ, മരിച്ചുപോയ പ്രാർത്ഥനയെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കൊരു ആത്മചൈതന്യമില്ല. മരിച്ചുപോയ നിന്റെ വെളിപ്പാടിനെ ഒക്കെ മടക്കി തരാൻ ഈ ദൈവശക്തി കഴിയും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരായി ശക്തി വ്യാപരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മളൊന്ന് വ്യക്തമായി ഗ്രഹിക്കണം. ദൈവം സർവശക്തനാണ്. സകലത്തിന് മതിയായവൻ. അവൻ്റെ വായിലെ വാക്കുകൾ കൊണ്ടാണ് സകല ഉളവായത്. ദൈവത്തിൻ്റെ വായിലെ വാക്കുകളാകുന്ന വചനത്തിന് ശക്തിയുണ്ട്, അധികാരമുണ്ട്. നമ്മൾ തന്നെ അധികാരികളാണ്. ദൈവമക്കളാകാൻ നമുക്ക് ദൈവം എന്ത് ചെയ്തു? അധികാരം തന്നെങ്കിൽ ദൈവമക്കൾക്ക് ഒരു അധികാരം ഉണ്ടെന്നേ നിങ്ങൾ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ തന്നെ ഇത് ഹൃദയത്തിൽ നിന്ന് ഉൾക്കൊണ്ടാട്ടെ. ദൈവം വലിയവ ചെയ്യും. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചപ്പോൾ ഈ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സാറയോടൊരു കാര്യം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞ ഡഡായിരിക്കുന്ന ഗർഭപാത്രത്തിൽ നിന്ന് അടുത്ത വർഷം നിനക്കൊരു തലമുറ തരുമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ സംഭവിക്കും? അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല.
ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കണം, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അത് നമ്മൾ മറിയോടും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. ഇതെങ്ങനെ സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. അവിടെയും പറയുന്നുണ്ട്, എന്താണെന്നറിയാമോ? ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, ചുമ്മാ ഉപവാസ പ്രാർത്ഥന വന്നിച്ച് പോകരുത്. ഇന്നൊരു ദൃഢനിശ്ചയം വരണം, ഒരു ഉറപ്പ് വേണം, ഒരു പ്രത്യാശ വേണം, ഒരു ഹോപ്പ് ഉണ്ട്. വിശ്വസിക്ക. കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞല്ലോ, തൻ്റെ ഭക്തനൊരു പ്രത്യാശയുണ്ട്. എന്തുകൊണ്ട്? അവൻ്റെ പ്രതിഫലം ഉണ്ടാകും. തൻ്റെ മക്കൾക്ക് ഒരു ശരണമുണ്ടാകും. നിശ്ചയമായിട്ടും അത് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുക തന്നെ ചെയ്യും. അത് വിശ്വസിക്കണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയില്ല. വചനം നന്നായി കേൾക്കണം, മനസ്സ് വെച്ച് അത് കേട്ടനുസരിക്കണം. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഇത് കേൾക്കുക മാത്രം ചെയ്യുന്നുള്ളൂ. വരുന്നു, കേൾക്കുന്നു, പിന്നെ അതെന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, അത് ഏറ്റെടുക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അതെന്ത് ചെയ്യുന്നില്ല, പ്രായോഗികമാക്കുന്നില്ല. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുക മാത്രമല്ല, അതൊന്ന് പ്രായോഗികമാക്കാൻ നമ്മളെ ഒന്ന് സറണ്ടർ ചെയ്താൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ണുകൊണ്ട് കാണും. യെരമ്യാവ് 32:17 ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അയ്യോ യഹോവയായ കർത്താവേ, അങ്ങടെ മഹാശക്തി കൊണ്ടും ഭുജവീര്യം കൊണ്ടും ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവനെ, അങ്ങാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അയ്യോ, ഇത് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മോടായി പറയുന്നത്. നമ്മുടെ അകത്തൊരു വിശ്വാസവും ഇല്ല, നമ്മളിത് കേട്ടു പോകുക എന്നല്ലാതെ. സ്തോത്രം. ഇന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ ദൈവം ആരാണ്? അവനാൽ കഴിയാത്തതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളെ വ്യക്തമായി മനസ്സിലാക്കണം. വിശ്വസിക്കുന്നവരിലെ ഇത് വ്യാപരിക്കുള്ള ഈ ശക്തി. ഞാനിന്ന് പകലൊരു കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പുനരുത്ഥാനം ചെയ്ത കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എവിടെ ഉയർത്തുക എന്ന് പറഞ്ഞ അവിടെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ ആയിരിക്കുന്ന കർത്താവിനെ ആത്മാവിൻ്റെ ശക്തിയോട് മാത്രമേ അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ആ ശക്തി അനുഭവിക്കുന്നവരിലേക്ക് ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടാകും ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ ഇത് വായിച്ചതിനകത്ത് ചില വിഷയങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമേ. വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് പകൽക്കാലവും പറഞ്ഞതുപോലെ ഒരു പ്രവൃത്തി ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രവർത്തിക്കുന്ന കരം ഇവിടെയുണ്ട്. മറുപടി കിട്ടാതെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടിയായിട്ടല്ല വരുന്നത്, ദൈവത്തിൻ്റെ കൈയുടെ പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിപ്പാൻ ശക്തനാണ്. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. അത് പ്രവർത്തിക്കുമെന്ന് നിങ്ങളങ്ങ് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിത് വിശ്വസിക്കുമെങ്കിൽ ഈ ദൈവത്തിൻ്റെ വാക്ക്, പ്രൈസ് ദി ലോർഡ്, ഇതിൻ്റെ ക്രിയ ചെയ്യാതെ ഇവിടുന്ന് മടങ്ങി പോകയില്ല. ഈ പരമറ്റ സഭയിലാണ് ഈ വാക്ക് പറയുന്നതെങ്കിൽ നിശ്ചയമായിട്ടും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ചില പ്രവൃത്തി കുടുംബങ്ങളിൽ, തലമുറകളിൽ, ശുശ്രൂഷയിൽ, സഭയ്ക്കകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്ന കരമാണ് ഇവിടെ നമ്മുടെ ദൈവം പ്രവർത്തിപ്പാൻ ശക്തന. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത വിഷയത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയാൽ തിരികെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. അത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല,
നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ചിലതിനെ തിരിച്ചു തരാൻ പോകുകയാണ്. നമ്മൾ പറയും പ്രൈസ് ദി ലോർഡ്, ആ മകൻ നഷ്ടപ്പെട്ടു പോയി, ഇനി അവനെ തിരിച്ചു കിട്ടത്തില്ല, പ്രൈസ് ദി ലോർഡ് എന്ന് നമ്മൾ ചിലപ്പോൾ മരിച്ചുപോയി എന്നല്ല പറയുന്നത്. സ്തോത്രം, അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെ തിരിച്ച് നമ്മുടെ കയ്യിൽ തരാൻ നമ്മുടെ കർത്താവ് ശക്തനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവമക്കൾ മനസ്സിലാക്കണമേ, നമ്മുടെ ദൈവം ആരാന്നറിയാമോ? റോമാലേഖനം 4:17 എഴുതിയിട്ടുണ്ട്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അബ്രഹാം വിശ്വസിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, അബ്രഹാം വിശ്വസിച്ചെങ്കിൽ അവന് നീതിയായി കണക്കിട്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കൊള്ളണം, പ്രൈസ് ദി ലോർഡ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്. അത് നമ്മൾ വിശ്വസിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇവിടെ അബ്രഹാമിന് തന്നെ അതിൻ്റെ 11-ാമത്തെ പ്രൈസ് ദി ലോർഡ് എബ്രായ ലേഖനം 11:19 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മകനെ ദൈവസന്നിധിയിൽ അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർത്തു കളയണം, ദൈവത്തിന് പദ്ധതിയുള്ളതിനെ ഒന്നും തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല, അതിനെ മടക്കിത്തരും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈ ദൈവിക ദൂത പ്രൈസ് ദി ലോർഡ് ചിലരെ മടക്കിത്തരുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവമേ, പ്രൈസ് ദി ലോർഡ്, നീ കൈവിട്ട് പോകത്തില്ല. ദൈവം നിനക്കതിനെ മടക്കിത്തരും, നിന്റെ തലമുറയെ മടക്കിത്തരും. അയ്യോ, നിന്റെ തലമുറയ്ക്ക് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞ് നീ ഭയപ്പെടണ്ട, അതിനെ മടക്കിത്തരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ആദാം പ്രൈസ് ദി ലോർഡ് ജീവനുള്ള ദേഹിയായിരുന്നു, അല്ലേ? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 15, 45, 46 വാക്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം. ഒന്നാമത്തെ ആദാം എന്ത് ചെയ്തു? ആരായിരുന്നു? ജീവനുള്ള ദേഹി. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ്. നമ്മുടെ കർത്താവ് ജീവിപ്പിക്കാൻ ശക്തനാണെന്നേ. നമ്മളൊക്കെ മരിച്ചുപോയെന്നല്ല ചിന്തിക്കേണ്ടത്, നടക്കാത്ത അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും. നടക്കാത്ത കാര്യങ്ങൾ ദൈവം നടത്തും എന്ന് പറഞ്ഞല്ലോ. കിടക്കാനല്ല, നിനക്ക് എഴുന്നേൽക്കാൻ തരും, നടക്കാൻ നിന്റെ കാലിന് ബലം തരും, പ്രവർത്തിക്കാൻ നിന്റെ കൈക്ക് ശക്തി തരും, കാണാൻ നിനക്ക് കണ്ണ് കാഴ്ച തരും, സംസാരിക്കാൻ ദൈവം കൃപ തരും. ഇന്ന് പകൽ രാത്രികാലം ഇതിന്മേൽ പ്രവർത്തിക്കുന്ന കണ്ണിന്മേൽ, നാവിന്മേൽ, ബുദ്ധിമേൽ, കരങ്ങളിന്മേൽ, കാലിന്മേൽ പ്രവർത്തിക്കാൻ ശക്തി തരുന്ന ദൈവം ഇന്നിവിടെ ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മടക്കി കിട്ടിയ ഒരു മകനുണ്ട്. നിങ്ങൾക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പിറ്റേന്നാൾ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായവൻ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സരിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങി.
അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഒത്തിരി ആഴങ്ങളിൽ ചിന്തിക്കാനുള്ള ആലോചനകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന വേളയിൽ നൈൻ എന്ന പട്ടണത്തിൽ എന്ത് ചെയ്തു? പോകുമ്പോൾ നൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സന്തോഷമെന്നും സൗന്ദര്യമെന്നും ഒക്കെയാണ്. നിങ്ങൾ ചിലരെ നോക്കും ഭയങ്കര സന്തോഷമാണ്, പക്ഷേ അകത്ത് വിലാപമാണ്. തലമുറയോർത്തുള്ള വിലാപം കാണുമ്പോൾ എന്നോട് വാസ്തേ എന്നോട് സന്തോഷമാണ്, പക്ഷെ അകത്ത് നെരിപ്പോടെരിയുന്നത് പോലെ എരിയുന്ന അവസ്ഥയുണ്ട്. തലമുറകളെ ഓർത്ത് മാത്രമല്ല, അനേക വിഷയങ്ങളെ ഓർത്ത് ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തോ, ഹല്ലേലൂയ, പുകയുന്ന തിരി കെടുത്താത്തവൻ, ചതഞ്ഞ ഓടെ ഓടിക്കാത്തവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. പുറമേ നമ്മൾ ചിരിക്കുന്നെങ്കിലും അകത്ത വിലാപങ്ങളുടെ ഹല്ലേലൂയ വേദനയുടെ ഞെരിപ്പോറിൻ്റെ അവസ്ഥയായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് അവസ്ഥയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടൊക്കെയോ എന്നോടും കൂടെ ദൂത് പറയുന്നത്, പക്ഷേ എനിക്ക് അകത്ത് വിലാപമൊന്നുമില്ല, എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം എന്നെ ഇത്രത്തോളം അസാധ്യങ്ങളെ സാധ്യമാക്കി നടത്തിയ ദൈവം എൻ്റെ ഉള്ളിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ശക്തി എൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആ വിധവയെ കുറിച്ച് ഇവിടെ വായിക്കുന്നത് എങ്ങനെയാ? ഒത്തിരി പുരുഷാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടിൽ എന്തൊക്കെ അറിയാവുന്ന ഒരാളാണ് അതല്ലേ, അല്ലെങ്കിൽ അത്രയും പുരുഷാരം വരില്ല. ഇങ്ങനെ അവർ വരികയാ. ഒറ്റ മകനേ ഉള്ളൂ, ഏകജാതൻ. താൻ എന്ത് ചെയ്തു? മരിച്ചുപോയി. അവനെ അടക്കാനായിട്ട് കൊണ്ടുപോകുന്ന വഴി ശവമഞ്ചത്തിൽ എടുത്തുകൊണ്ട് പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർത്തു കൊള്ളണം, ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദന നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഹൃദയങ്ങളുടെ തകർച്ചയും ഹൃദയത്തിൻ്റെ വേദനയും തലമുറകളെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുനീരും കാണുന്ന ഒരുവനുണ്ട്. സ്തോത്രം. നിന്റെ നിരൂപണങ്ങൾ ദൂരത്തിരുന്നറിയുന്ന ദൈവം. ഞാനത് അപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ശവമഞ്ചം നേരത്തെ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും? പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു വാതിൽ കിടന്ന് പ്രൈസ് ദി ലോർഡ് വാതില് വരുന്നതിന് മുമ്പേ പോകുകയും, അതുപോലെ തന്നെ സ്തോത്രം, ഈ യേശു മുന്നമേ പോകുന്നു. ഇത് അവസാനം വരുന്നെങ്കിൽ ഒരിക്കലും ഒരു കണ്ടുമുട്ടുകയില്ല. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, തക്ക സമയത്ത് ഇടപെടുന്നൊരു ദൈവമുണ്ട്. എല്ലാത്തിനും ഒരു തക്ക സമയമുണ്ട് കേട്ടോ. ഒരു സമയം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിലല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നിന്റെ നിരൂപണങ്ങൾ ദൂരത്തിരുന്നറിയുന്ന, നിന്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ, നിന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ, നിന്റെ കണ്ണുനീരറിയുന്ന സ്വർഗത്തിലെ ദൈവം നിന്നോട് അടുത്തടുത്ത് വരികയാ. പ്രൈസ് ദി ലോർഡ്. ജീവൻ കൊടുക്കുന്നവൻ അടുത്ത് വരുന്നു. ഇതാ ജീവനില്ലാത്തവനെ ഇറക്കി ആ വാതിലേക്ക് കൊണ്ടുവരിക. ഇവർ തമ്മിൽ ഒരുമിച്ചൊന്ന് മുട്ടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ മുറിവറിയുന്നവൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെന്നേ. ഇന്നിവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശവമഞ്ചത്തിൽ തൻ്റെ മകനെ കൂട്ടുകാർ പൊക്കിക്കൊണ്ട് പോകുകയാ. ഒരു കാര്യം ഓർത്തോ, പ്രൈസ് ദി ലോർഡ്. അനേക കുഞ്ഞുങ്ങളുടെ ആത്മീയ മരണം എന്ന് പറയുന്നത് അവരെ പൊക്കിക്കൊണ്ട് പോകുക. ആത്മീയ മരണം സംഭവിച്ചാൽ ഏദൻ തോട്ടത്തിന് പുറത്താ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കേണ്ട പ്രൈസ് ദി ലോർഡ് ആത്മീയ അനുഗ്രഹങ്ങളോ ഒരു നന്മയോ ലഭിക്കാതെ ആത്മീയ മരണം സംഭവിച്ച അല്ലെങ്കിൽ ചില അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവന്മാരെ കൂട്ടുകാർ പോക്കിക്കൊണ്ട് അവിടെ സമട്രി കൊണ്ട് അടക്കാൻ പോകുക. കുഴിവെട്ടുകാരവിടെ നോക്കി നിൽക്കുക. ഇതിനെ അടക്കിയിട്ട് വേണം കാശ് വാങ്ങിക്കാൻ. നിന്റെ പ്രൈസ് ദി ലോർഡ് നിന്റെ തലമുറയെ കൂട്ടുകൂടി നാശക്കുഴിയിൽ കൊണ്ടുപോകാൻ പോകുന്ന ചില ഗൂഢാലോചനകളെ ഇന്ന് രാത്രി അഴിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്നിവിടെ ഉണ്ടെന്ന് ദൈവാത്മാവ് അസന്നിഗ്ധമായി വെളിപ്പാടായി ദൈവത്തിൻ്റെ ആലോചന പറയുകയാ. പ്രൈസ് ദി ലോർഡ്.
അനേക കൂട്ടുകെട്ടാണ് നിന്റെ തലമുറയുടേതായിരിക്കുന്ന ആത്മീയമരണം സംഭവിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർത്തു കൊള്ളണം, തക്ക സമയത്ത് എന്ത് അറിയാമോ? യേശു അവിടെ വന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ആ ശവനത്തിൽ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് തൊട്ടു, രണ്ട് ബാല്യക്കാരാ എഴുന്നേൽക്ക്. ദൈവത്തിന്റെ കൈയും ദൈവത്തിന്റെ വാക്കും കൂടെ അവിടെ വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് മരിച്ചവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇത് ദൈവത്തിന്റെ വാക്കാണെന്ന് മനസ്സിലാക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാശക്കുഴിയിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ മാറ്റി ഹല്ലേലൂയ നടക്കുന്നവരെ നിർത്തി മഞ്ചത്തെ തൊട്ടാൽ, അവന്റെ കൈ തൊട്ടാൽ ചലം നിൽക്കാൻ പോകുക. ദൈവത്തിന്റെ കൈന്ന് തൊട്. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് ആവശ്യമുള്ളതിനെ തകർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് ആവശ്യമുള്ളതിനെ കെട്ടിയിടാൻ അനുവദിക്കത്തില്ല. ആ കെട്ടടിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തുള്ള തലമുറകളെ ദൈവം തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവനൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. വേണ്ട ബുദ്ധിയില്ല, വേണ്ടതായ കാഴ്ചപ്പാടില്ല, അവന് ചലിക്കാൻ കഴിയുന്നില്ല. ഇന്ന് യേശുവിന്റെ കരം ചിലരെ തൊടുകയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ രോഗബന്ധനത്തെ അഴിക്കുന്ന ശക്തി ഇന്നിവിടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ശക്തിയാണെങ്കിൽ മരണഭീതിയിടുന്ന പോരുകളെ ഇന്ന് രാത്രി തകർക്കുന്ന ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. രോഗം കൊണ്ട് തകർക്കാൻ നോക്കുന്ന ദുഷ്ട പൈശാചിക ബാധകളെ ഇന്ന് രാത്രി സ്വർഗം അടിച്ചു മാറ്റുകയാ. ദൈവത്തിന്റെ കയ്യെ തൊടുന്ന കൈയാണ്. അവന്റെ വായിലെ വാക്കുകൾ എഴുന്നേക്ക്. അവനെ എഴുന്നേൽപ്പിച്ച പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ കണ്ണുനീര് തുടച്ചിട്ട്, മകളെ നീ കരയേണ്ടെന്ന് പറഞ്ഞിട്ടാണ്, അവന്റെ കണ്ണുനീര് തുടച്ചിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. എന്തെന്നറിയാമോ? ആ മകനെ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സമയം പോയി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തൊക്കെ ചെയ്താൽ എന്താ, എവിടൊക്കെ വിട്ടാൽ എന്താ, എന്തൊക്കെ പഠിപ്പിച്ചാൽ എന്താ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നില്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്ത് പ്രയോജനം? സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ പ്രൈസ് ദി ലോർഡ് നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. നിത്യജീവന്റെ ശക്തി തലമുറകളുമേ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ മകനെ തിരിച്ചു കൊടുത്തെങ്കിൽ പ്രൈസ് ദി ലോർഡ് ചലിക്കാത്തതിനെ ദൈവം ചലിപ്പിച്ച് മക്കളെ തിരിച്ചു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു ദൂരെ പ്രൈസ് ദി ലോർഡ് വന്നുള്ളൂ, ഇനി എൻ്റെ പുറകെ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശിംശോനെ ഫെലിസ്ത്യർ 2 കയറുകൊണ്ട് കെട്ടി ഫെലിസ്ത്യരെ ഏൽപ്പിക്കാൻ പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കെട്ടുകൾ, അവന്റെ കയറുകൾ ചാണം പോലെ ദ്രവിച്ചെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരെ കെട്ടുന്ന ചില ബന്ധന കെട്ടുകൾ സ്വർഗത്തിലെ ദൈവം അഴിക്കും. ആമേൻ. നിന്റെ ശരീരത്തെ രോഗമിട്ട് ബന്ധിച്ച ചില ബന്ധന ശക്തിയെ ഇന്ന് രാത്രി അഴിക്കും. ഈ പ്രാർത്ഥന, ഈ ഉപവാസ പ്രാർത്ഥന എന്തൊക്കെയോ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചലിക്കാത്ത വിഷയത്തെ ദൈവം തൊട്ട്, നടക്കാത്ത ചില വിഷയങ്ങൾ, എഴുതിത്തള്ളിയ വിഷയം നീ എഴുതിത്തള്ളിയാലും കർത്താവ് എഴുതി തള്ളിയിട്ടില്ല. താൻ എഴുതിയ ഡയറിയിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. തക്ക സമയത്തിന് അത് മറുപടി തരുവാൻ ശക്തനായി ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.